അടുത്ത് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന ടോപ്പിക്കാണിത്. അപ്പം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. അതെല്ലാവർക്കും അറിയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവം നമ്മൾ അടിച്ചു. 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1848 ദത്തവകാശ നിരോധന നിയമം. ഒന്നാമത്തെന്ന് പറയുന്നത് 1848 ദത്തവകാശ നിരോധന നിയമം. 1848 ദത്തവകാശ നിരോധന നിയമം. 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. 1848 ദത്തവകാശ നിരോധന നിയമം. 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. പിന്നെ മൂന്നാമത്തത് 1854 പോസ്റ്റ് ഓഫീസ് നിയമം. 1854 പോസ്റ്റ് ഓഫീസ് നിയമമാണ് 1854. പിന്നെ 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമമുണ്ട്. പിന്നെ 1856 എന്ത് ചെയ്യുന്നുണ്ട്? ഹിന്ദു വിധവാ പുനർവിവാഹ നിയമമുണ്ട്. പിന്നെ 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം എന്നിവയൊക്കെയാണ് 1857 വിപ്ലവത്തിലുള്ള കാരണങ്ങളായിട്ട് എടുത്തു കാണിക്കുന്നത്. നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവമാണ് 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവമാണ് ഒന്നാമത്തെ കാരണം. പിന്നെ ദേശീയ ജനതയുടെ മതജാത ആചാരങ്ങളോടുള്ള ഇടപെടലാണ്. പിന്നെ കാർഷിക മേഖലയിൽ അസംതൃപ്തിയുണ്ട്. പിന്നെ ശിപ്പായിമാർക്ക് തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവും ഒക്കെ കാരണമായിട്ട് വരുന്നുണ്ട്. പിന്നെ ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, മോശമായ ഭക്ഷണം, അടിമകളോട് പോലുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം, കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നു 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വർഷം വരുന്ന ഭാഗം ഒന്നുകൂടെ നോക്കാം. 1848 ദത്തവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, പിന്നെ 1854 പോസ്റ്റ് ഓഫീസ് നിയമം, പിന്നെ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, പിന്നെ 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം. പിന്നെ പെട്ടെന്നുള്ള കാരണം എന്താണെന്ന് നോക്കാം. 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകളും നൽകിയതാണ് മറ്റൊരു കാരണം. 1856 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കും തിരകൾ നൽകിയതാണ്. ഇന്ത്യൻ സൈനികർക്ക് പുതിയ തോക്കിനെ എതിർക്കാൻ കാരണമെന്ന് പറയുന്നത് പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചതാണ്. അപ്പോൾ ഇന്ത്യൻ സൈനികർ പുതിയ തോക്കിനെ എതിർക്കാൻ കാരണം എന്താണ്? പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിരുന്ന തിരയുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടെന്ന വാർത്ത പ്രചരിച്ചത്. പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവ്വം സൈന്യത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1857 ജനുവരിയിലാണ്. പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവ്വം സൈന്യത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത് 1857 ജനുവരിയിലാണ്. ശിപ്പായിമാർ പ്രകോപിതരാവാനുള്ള മറ്റൊരു കാരണം ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത് ഗോതമ്പ് പൊടി കൊണ്ടാണെന്നുള്ള വാർത്ത പറഞ്ഞതാണ്. വിപ്ലവത്തിൻ്റെ ഗതി. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10-നാണ്. 1857 മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി എന്ന് പറയുന്നത്. 1857 സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച മീററ്റിലാണ്. 1857 സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച മീററ്റ് അഥവാ ഉത്തർപ്രദേശിലാണ്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം ഉത്തർപ്രദേശിലാണ്. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ നാളുകൾ എന്ന് പറയുന്നത് 1857 മെയ് 10-ന് ഉച്ച കഴിഞ്ഞ് മീററ്റിലെ പട്ടാളത്താവളത്തിലാണ് കലാപം ആരംഭിക്കുന്നത്. തദ്ദേശീയരായ കാലാൾ സൈനികർക്കിടയിൽ തുടങ്ങിയ കലാപം കുതിരപ്പടയാളികളിലേക്കും തുടർന്ന് നഗരങ്ങളിലേക്കും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്കും വ്യാപിക്കുന്നു. അപ്പോൾ തദ്ദേശീയരുടെ കാലാൾ സൈനികർക്കിടയിൽ തുടങ്ങുന്ന കലാപം എല്ലായിടത്തേക്കും വ്യാപിക്കുന്നുണ്ട്. കലാപകാരികൾ ആയുധങ്ങളും വെടിമരുന്നും സംഭരിച്ച ആയുധ സംഭരണശാലകൾ പിടിച്ചെടുക്കുന്നു. തുടർന്ന് ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവുകളും വസ്തുവകകളും കൊട്ടിയടിക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. സർക്കാർ രേഖകൾ സൂക്ഷിക്കുന്ന കാര്യാലയം, ജയിൽ, കോടതി, തപാൽ ഓഫീസ്, ഖജനാവ് തുടങ്ങിയ സർക്കാർ കെട്ടിടങ്ങൾ കൊള്ളിയിടുകയും തകർക്കുകയും ചെയ്തു. ഡൽഹിയിലേക്കുള്ള ടെലിഗ്രാഫ് കമ്പനികൾ മുറിച്ചുമാറ്റി. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ്. ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരാണ് ശിപ്പായിലകള. ഡബിൾസ് വിൻഡ്, ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുരൈ, ആഗ്ര, താൻസി, അലഹബാദ് എന്നിവ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ നമ്മുടെ പറഞ്ഞുതരാം. മീററ്റ്, ലക്നൗ, അലിഗഡ്. മീററ്റ് ഉണ്ട്, ലക്നൗ ഉണ്ട്, അലിഗഡ് ഉണ്ട്. മധുര, ആഗ്ര, താൻസി, അലഹബാദ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ്. മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, താൻസി, അലഹബാദ്. ഭരത്പൂർ പശ്ചിമ ബംഗാളാണ്. ഭരത്പൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. ഗ്വാളിയർ മധ്യപ്രദേശ്. ഭരത്പൂർ രാജസ്ഥാനിലാണ്. ഭരത്പൂർ രാജസ്ഥാൻ. റൂർക്കി ഉത്തരാഖണ്ഡ്. ആര ബീഹാറിലാണ്. അടുത്ത മംഗൾ പാണ്ഡെ നോക്കാം. ശിപ്പായികൾക്കിടയിൽ നിന്നും ആദ്യമേ പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് സൈന്യോദ്യോഗസ്ഥനാണ് അഡ്ജുട്ടൻറ്റ് ലഫ്റ്റനൻറ്റ്
ബംടെ, ഹെൻറി ബോഗ് ആൻഡ് മേജർ ജെയിംസ് ഹ്യൂസൺ എന്നിവർ. അപ്പം മംഗൾ പാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് അഡ്ജൂട്ടൻറ്റ് ലഫ്റ്റനൻറ്റ് ബോംടെ ആൻഡ് ഹെൻറി ബോഗ്, മേജർ ജെയിംസ് ഹ്യൂസൺ. ബോംടെ, ഹെൻറി ബോഗ്, മേജർ ജെയിംസ് ഹ്യൂസൺ എന്നിവരെയാണ് മംഗൾ പാണ്ഡെ ആക്രമിച്ചത്. അടുത്ത് മംഗൾ പാണ്ഡെ വധിച്ച അഡ്ജൂട്ടൻറ്റ് പദവി വച്ചിരുന്ന മേലുദ്യോഗസ്ഥനാണ് ഹെൻറി ബോഗ്. അപ്പം അദ്ദേഹം വധിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം വധിച്ചിട്ടില്ല. മംഗൾ പാണ്ഡെയുടെ കുറ്റാചാരണ അല്ലെങ്കിൽ കുറ്റവിചാരണയിൽ മൊഴി നൽകി അദ്ദേഹം പിന്നീട് വിരമിക്കുകയാണ് ചെയ്തത്. മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ജമാന്ദർ ഈശ്വരി പ്രസാദ് എന്നറിയപ്പെടുന്നത്. അപ്പം മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ജമേന്ദാർ ഈശ്വരി പ്രസാദ്. ജമേന്ദാർ ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 21-നാണ്. 1857 ഏപ്രിൽ 21-നാണ് തൂക്കിലേറ്റിയത്. ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിറക്കിയത് ജോൺ ഹെയ്സിയാണ്. ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിറക്കിയത് ജോൺ ഹെയ്സി 1857 മാർച്ച് 29-ന് ഉത്തരവിറക്കി. മംഗൾ പാണ്ഡെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാണ് ഷെയ്ഖ് പാൽത്തു. അപ്പോൾ മംഗൾ പാണ്ഡെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാരെന്ന് വെച്ചാൽ ആരാണ്? അത് ഷെയ്ഖ് പാൽത്തു ആണ്. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8-നാണ്. അപ്പോൾ 1857 ഏപ്രിൽ 8-ന് എന്ത് ചെയ്തു? മംഗൾ പാണ്ഡെ തൂക്കിലേറ്റി. 1857 ഏപ്രിൽ 8-ന് മംഗൾ പാണ്ഡെ തൂക്കിലേറ്റി. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട. 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് കേതൻ മെഹ്ത്ത. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെ അവതരിപ്പിച്ചത് ആമീർ ഖാനാണ്. മംഗൾ പാണ്ഡെ അവതരിപ്പിച്ചാരാണ്? ആമീർ ഖാൻ. മംഗൾ പാണ്ഡെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1954-ലാണ്. തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയതാണ് 1954 50 പൈസ സ്റ്റാമ്പാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിൻ്റെ ബാക്കി